തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുക, അവരുടെ പരാതികൾ സ്വീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ ഇന്ന് ചെറിയ കടവിൽ വെച്ച് ജനങ്ങളെ പരാതി സ്വീകരിക്കുവാനായി ഏജൻസി ഇന്നൊരു മീറ്റിംഗ് നടത്തുകയാണ്. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാനായി ധാരാളം തീരദേശവാസികളാണ്, ഈ സ്ഥലവും വീടും നഷ്ടപ്പെടുന്ന വ്യക്തികൾ, അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെടുന്നവർ ഇന്ന് ഈ ചെറിയ കടവ് പാരിഷ് ഹാളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവരുടെ പ്രശ്നങ്ങൾ ഇവിടെ അധികാരികളുടെ മുൻപിൽ സമർപ്പിക്കുവാനായിട്ടുള്ളൊരു വേദിയാണിത്. ഇപ്പോഴും എന്താണ് ഈ പ്രോജക്റ്റ് ആർക്കും ഒരു ധാരണയില്ല. രണ്ടാമത്തെ കാര്യം, ഈ റോഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിനിപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പൊ ഈ മീറ്റിംഗിന്റെ കാര്യം തന്നെ ഈ വാട്സപ്പിൽ 5 മെസ്സേജ് ഇട്ടതാ, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അതായത് ചെല്ലാനം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചെല്ലാനം വില്ലേജ്, കുമ്പളങ്ങി വില്ലേജ്, പള്ളുരുത്ത് വില്ലേജ്, 3 വില്ലേജുകളിലെയും ഈ റോഡ് കടന്നു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികളും ആശങ്കകളും പരിഹരിക്കാനും അതിനെക്കുറിച്ച് കേൾക്കാനും എന്ന രീതിയിൽ ഒരു പബ്ലിക് ഹിയറിംഗ് വെച്ചിരുന്നു. അന്ന് ആൾക്കൂട്ടം കൂടുതലായിരുന്നു. MLA ഉൾപ്പെടെ പങ്കെടുത്ത് ആകെ വല്ലാത്തൊരവസ്ഥയിൽ ആളുകളുടെ ആശങ്ക പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കുറച്ച് വെച്ച് ആളുകൾ, അത് ഓരോ വില്ലേജ് അടിസ്ഥാനത്തിൽ ഹിയറിങ്ങുകൾ നടത്താമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെല്ലാനം വില്ലേജിലും അതുപോലെ കുമ്പളങ്ങി വില്ലേജിലും അതിൻ്റെ ഹിയറിങ്ങുകൾ എന്ന രീതിയിൽ വന്നു. പക്ഷേ ആളുകളെ കേൾക്കുകയല്ല ചെയ്ത് പരാതികൾ എഴുതി മേടിക്കാനാണ് ശ്രമിച്ചത്. അവിടേക്ക് പ്രതിഷേധമുണ്ടായെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെയും ആളുകൾക്ക് സംസാരിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞു, പരാതികൾ എഴുതി കൊടുക്കാനല്ല. അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാവരും അതും ഇവരെ അറിയിച്ചത് തന്നെ വാട്സപ്പിലൂടെയും മറ്റും അതുപോലെ ഒരുപാട് പ്രചാരത്തിലില്ലാത്ത മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് ഇവർ അറിയിച്ചതെന്നാണ് പറയുക. അതവരിവിടെ വ്യക്തമാക്കുകയുണ്ടായി. അതായത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് ഇതിനെക്കുറിച്ച് അറിയിപ്പ് പോലും വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ന ആളുകൾ പോലും കണ്ടും ഇങ്ങനെ കേട്ടറിഞ്ഞും ആരെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ അറിഞ്ഞും മാത്രം വന്നവരാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പരാതി മേടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇവിടെ പ്രതിഷേധിച്ചു. കാരണം ഞങ്ങൾക്കിപ്പോഴും ആശങ്കകൾ നീങ്ങിയിട്ടില്ല. കാരണം ഏറ്റവും സിമ്പിളായിട്ട് ചിന്തിച്ചാൽ 1 മീറ്റർ റോഡ് പൊങ്ങും. അപ്പോൾ തന്നെ ഈ റോഡിനെക്കുറിച്ച് മാത്രമേ ഇവർ പറയുന്നുള്ളൂ. അതിനപ്പുറവും ഇപ്പുറവും താമസിക്കുന്ന വീടുകളെക്കുറിച്ചോ ആളുകളുടെ സുരക്ഷയെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കടലേറ്റം ഉണ്ടായപ്പോൾ ഈ പടിഞ്ഞാറ് വശം തന്നെ 2-3 വീടുകൾ അവർക്ക് വാസയോഗ്യമല്ലാത്ത രീതിയിൽ തറയൊക്കെ കടലിൽ എടുത്തുപോയി. ഇനി അവരെങ്ങനെ അവിടെ ജീവിക്കും എന്നുള്ളൊരു സംശയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിൽക്കെ റോഡ് വീണ്ടും പൊങ്ങാൻ നേരത്ത് വെള്ളക്കെട്ടിനൊന്നും ഒരു പരിഹാരം ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ കടൽഭിത്തി ഇല്ലാത്തടത്ത് എങ്ങനെ ഈ റോഡ് വെച്ചിട്ട് പ്രായോഗികം? അപ്പോൾ തന്നെ അതിൽ യുക്തിയില്ലായ്മയുണ്ട്. അതുപോലെ തന്നെ ഇവർ പറയുന്നൊരു കാര്യമാണ് 14 മീറ്ററാണ് റോഡെന്ന് പറയുന്നത്. പക്ഷേ 14 മീറ്ററിൽ സൈക്കിൾ ട്രാക്കും അതിനിടയ്ക്ക് പിന്നെ ഡ്രെയിനേജ് സംവിധാനമൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് ബാക്കി 7 മീറ്റർ മാത്രമേ റോഡുള്ളൂ. ഈ ചെല്ലാനം പാണ്ടിക്കൂടി റോഡെന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ 7 മീറ്ററിലധികം ഉണ്ട്. അപ്പോൾ ഇവർ ഈ പുതിയതായിട്ട് എടുക്കുന്നത് 7 മീറ്റർ എന്ന് പറയുമ്പോൾ ഇതിന് എന്ത് വേഗതയുണ്ടാവും? കാരണം 40 കിലോമീറ്റർ സ്പീഡാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ പുതുതായിട്ട് വരാൻ നേരത്തും ഇതിന് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇത് ആർക്ക് വേണ്ടി എന്നുള്ള കാര്യം ചോദ്യമാണിത്. അപ്പോൾ ഇവിടെ ഈ റോഡ് 1 മീറ്റർ പൊങ്ങാൻ നേരത്ത് ചുറ്റുമുള്ള വീടുകളിൽ നിന്ന് റോഡിലേക്ക് കയറാൻ തന്നെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ പ്രദേശവാസികൾക്ക് ഇതുകൊണ്ടൊരു ഉപകാരമില്ല. ഇത് ആർക്ക് വേണ്ടി ചെയ്യുന്നത്? ഇതിനാണ് ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യം. അതുപോലെ തന്നെ കൃത്യമായിട്ട് സാമൂഹിക ആഘാത പഠനങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. കാരണം ഒരുപാട് വീടുകൾ ഇവിടുന്ന് ഒഴിപ്പിക്കപ്പെടും പൂർണ്ണമായിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നഷ്ടപരിഹാരം കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഈ നഷ്ടപരിഹാരം കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടാൻ നേരത്ത് ഇവരൊരു സ്ഥലം ചോദിച്ച് ചെല്ലാൻ നേരത്ത് സ്ഥലത്തിന് വില കൂടും. അപ്പോൾ ഈ കാശ് കൊണ്ട് അവർക്കൊരു പ്രയോജനമില്ല. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇതിനകത്തുള്ളത്. ഈ സൈക്കിൾ ട്രാക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനെന്ന് പറയുന്നത്, ഇങ്ങനെ റോഡ് പോകാൻ നേരത്ത് കടലിനടുത്തൂടെ അല്ലേ വിനോദസഞ്ചാരികൾ പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റോഡ് വരേണ്ടത് കടലിനോട് അടിച്ചു ചേർന്നല്ലേ, അല്ലാതെ ആൾക്കാർ അധികം താമസിക്കുന്ന ഇടങ്ങളിൽ വരുന്നതുകൊണ്ട് ഇതിനൊരു യുക്തിയില്ലായ്മയുണ്ട്. അപ്പോൾ ഈ മൊത്തത്തിൽ ഇത് മാത്രമല്ല, ഇവിടെ വന്ന CSCS എന്ന് പറയുന്ന, അതായത് സെൻറ്റർ ഫോർ സോഷ്യോ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് സെൻറ്റർ, അതിൻ്റെ ഉദ്യോഗസ്ഥരോട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ DPR ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അവരുടെ കയ്യിൽ ഇവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതിനെ പ്രതികരിക്കുന്നു, എതിരായിട്ട് പ്രതികരിക്കുന്നു. ആരും ഇതിനെ അനുകൂലിക്കുന്നില്ല. എല്ലാവർക്കും ഇതിനോട് വിയോജിപ്പ് മാത്രമേ ഉള്ളൂ. കാരണം ഏറ്റവും ആദ്യം ഞങ്ങൾക്ക് കൊണ്ട് കടൽഭിത്തിയാണ്. അവിടെ ആദ്യം സംരക്ഷണം ഉറപ്പിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് പുഴയിലെ എക്കലുമൊക്കെ നീക്കും, വെള്ളം ഒഴുകട്ടെ സുഗമമായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വികസനം. ഞങ്ങൾ ആരും വികസനത്തിനെതിരൊന്നുമല്ല. ഞങ്ങളുടെ പ്രാഥമികമായ കാര്യങ്ങൾ പരിഗണിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചെയ്തോ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇവർ തന്നെ ഒരുപാട് രേഖകൾ ഇവർ റെഫർ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന രേഖകൾ, അതായത് DPR ഉണ്ട്, ഇവർ പറയുന്നുണ്ട് LND ഇതിനെക്കുറിച്ച് പരിസ്ഥിതിക പഠനം നടത്തി, അവരുടെ DPR ഉണ്ട്, അങ്ങനെ കുറേ രേഖകൾ അവർ പറയും. റെഫറൻസ്, സാധാരണ ഒരു പഠന റിപ്പോർട്ട് വരുമ്പോൾ ആ പഠന റിപ്പോർട്ടിന്റെ അവസാനം ഒരു റെഫറൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും, സൂചന എന്ന് പറഞ്ഞിട്ട്. അതിൽ ഈ പറയുന്ന ഈ ഡോക്യുമെന്റുകളെല്ലാം ലിസ്റ്റ് ചെയ്യണം. അതിന്റെ ആക്സസിബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് അവിടെ അറിയിക്കണം. അങ്ങനെ ഒരു സംഭവം ഈ റിപ്പോർട്ടിലില്ല. നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാൻ പറ്റുമില്ല. ഫൈനൽ സാധനം വരുമ്പോൾ DPRനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ് അതെന്താണെന്ന് പറയാം.
കാരണം ഇപ്പോൾ ഈ പബ്ലിക് ഹിയറിംഗും നമ്മൾ ഈ സർവേ നടത്തിയത് ജനങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ സജഷൻസും ഒക്കെ എടുക്കാനാണ്. ഇപ്പോൾ ഫാദർ പറഞ്ഞ സജഷൻസും ഇവിടെ വരുന്ന മറ്റ് സജഷൻസും ഉൾപ്പെടെ DPR ഇനി റിവൈസ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഈ DPR നിങ്ങൾക്ക് പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് കിട്ടും. അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കിപ്പോൾ നിലവിൽ തിരിച്ചിരിക്കുന്ന ഇതിൽ വരുന്ന സാമൂഹിക ആഘാതം മാത്രമാണ് നമ്മൾ പഠിക്കുക. എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇതിനു മുമ്പായിട്ട് അവർ പഠിച്ചിട്ടുണ്ട്. അതായത് പദ്ധതി ഈ റിപ്പോർട്ട് തയ്യാറാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പദ്ധതി ബാധി ഇത് നേരിട്ട് അറിയിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നേരിട്ട് അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? കത്ത് വഴിയോ ഫോൺ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ എന്തെങ്കിലും രീതിയിൽ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഈ റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞിട്ട്? റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞ ആക്ട് അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അത് പത്രത്തിൽ പബ്ലിക് ഹിയറിങ്ങിനോടനുബന്ധിച്ച് പത്രത്തിൽ പബ്ലിഷ് ചെയ്യാം. അതോടൊപ്പം തന്നെ എല്ലാ ഈ പദ്ധതി ബാധിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ് ഇവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ആക്ട് അനുസരിച്ച്. അതെല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു നമ്മൾ കൊടുത്തിരിക്കുന്ന ഒന്ന് കേരള കൗമുദി, ジェネガルഎല്ലാവരും വളരെയധികം ആശങ്കയിലാണ്. അവർക്ക് ഈ തീരദേശ റോഡ് കൊണ്ട് തങ്ങളുടെ പ്രദേശത്തിന് എന്ത് ഗുണം എന്നുള്ള ചോദ്യമാണ് അവരെല്ലാവരും ഉന്നയിക്കുന്നത്. തങ്ങളുടെ ജീവന സംരക്ഷണം നൽകുവാനായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടൽ കയറിയപ്പോൾ അവിടെ ജീവനോപാധികളെല്ലാം ഉപേക്ഷിച്ച് തങ്ങളുടെ വീട്ടിലുള്ള വീട്ടുപകരണങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോയവർ ഇപ്പോൾ തിരികെ വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ തന്നെ അവരുടെ ആ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ സാധിക്കാത്തവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ, ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു തീരദേശ പാത, ഒരു വികസന പാത കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആ ഒരു സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുവാനായിട്ട് അധികാരികൾക്ക് സാധിച്ചില്ല എങ്കിൽ ഈ തീരദേശ പാത ഇവിടെ വേണ്ട എന്നുള്ളതാണ് ഇവർ ഓരോരുത്തരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സമർപ്പിക്കപ്പെട്ട രേഖകളെല്ലാം വലിച്ചു ചീറി കാറ്റിൽ പറത്തുവാനായിട്ടുള്ള ആ ഒരു ശ്രമമാണ്, അതുതന്നെയാണ് ഇവിടെ നടന്നത്. കൊച്ചിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിഡ്ജൻ റബല്ലോ.